ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് കയാക്കിങ്ങിന് പോവുകയാണ്. ഞാൻ ഇതുവരെ കയാക്കിങ്ങിന് പോയിട്ടില്ല. വള്ളമല്ല, ഇല്ല കൊതുമ്പണക്ക് ഒരു സാധനം ഇടാം, എന്നിട്ട് അതിനകത്ത് ആൾക്കാർ ഇങ്ങനെ കയറുന്ന രണ്ടുപേരും ഇങ്ങനെ തുഴഞ്ഞു പോണ കണ്ടിട്ടില്ലേ? വീതി കുറഞ്ഞില്ല, കൊതുമ്പണക്കത്തെ സാധനം. നമ്മള് മറ്റേ പെഡൽ ബോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ ട്രാക്ക് സൂട്ട് പോലത്തേക്ക് ഇട്ടുകൂടായിരുന്നോ? കുഴപ്പമില്ല, ഇതായാലും മതി. നമുക്ക് 4 മണിക്കാട്ടോ സമയം പറഞ്ഞേക്കുന്നത്. 4 മണി തൊട്ട് 6 മണി വരെ 2 മണിക്കൂർ. 2 മണിക്കൂറൊക്കെ നമ്മൾ തുഴയുമോ വെച്ചാ എന്താ അറിയത്തില്ല. അന്ന് നമ്മൾ പോയിട്ട് ആ പെഡൽ ബോട്ട് ചെയ്തത് 1 മണിക്കൂറുണ്ട്. അത് നമ്മള് അരമണിക്കൂർ കൊണ്ട് തിരിച്ചു വന്നു തുഴഞ്ഞ് സമയം അങ്ങ് പോയിട്ടാ. 3:30 ആയി. നമുക്ക് 4 മണിക്കാ സമയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പോവാം, ചടപടായി. കാണിക്കൊന്ന പിടിച്ചടക്കം നോക്കിയാണ്. ഓ, വിഷു ആവാറായില്ലേ ഇപ്പൊ? സമയമൊക്കെ ഭയങ്കര പെട്ടെന്ന് പോകണമെന്ന് തോന്നുന്നു. വേണ്ട, എല്ലായിടത്തും പിടിച്ചടക്കം നോക്കിയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലില്ല കണിക്കൊന്ന. ഓ, ഇത് കിടില സ്പോട്ട് തന്നെ കേട്ടാ. ഞാൻ ഇതുവഴി വന്നിട്ടേ ഇല്ല. ഒരു മല പോലെ ഇവിടെ നിന്ന് നോക്കുമ്പോ അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കേട്ടാ. ഭംഗി കുന്ന് കണക്ക് കിടക്കുന്ന കടല്. ആ സൈഡ് ബീച്ചാട്ടാ. ഓക്കെ ഗൈസ്, നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ വഴിയാട്ടാ. നമ്മുടെ ഗൈഡ് എന്താ വെച്ചാ ഗൈഡ് സൈക്കിളിൽ വന്ന് നമ്മളെ കണ്ടായിരുന്നു. പോളാ അതാണ് നമ്മളെ ഗൈഡ്. പോന്നേട്ടാ, ആ മാമന നമ്മുടെ ഗൈഡ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നു കയാക്കിങ്. യെസ്, കം ഓൺ ഫോളോ മീ. അപ്പൊ നമ്മള് ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. ചെറിയ സ്ഥലം കേട്ടാ. നേരെ ചെന്ന് ഇറങ്ങുന്നത് കായലിനകത്താന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇത്രയും നാളായിട്ടേ ഞാൻ ഇതുവഴി ഇന്ന് വരെ വന്നിട്ടില്ല. വർക്കല ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന്. പക്ഷെ വരുന്ന വഴിക്ക് നല്ല ബീച്ചടേ. അത് ആളൊന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് ഷൂട്ടൊക്കെ നടത്താൻ പറ്റും, ഇല്ലേ? വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന റോഡാണ്. അതെ, കായലിന്റെയും കടലിന്റെയും നടുക്ക്. ആ പുള്ളിയുടെ പേര് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ 1000 രൂപ തരും. അത്രയും പേര് പറയാൻ പറ്റില്ല, ഒരു പേരെ പറയാൻ പറ്റും. ഒറ്റ പേര് അങ്ങനല്ല. രമേശനും പ്രഭാകരൻ, അച്ഛൻ രവി, സതീശൻ, ഞാൻ ബാബു അല്ലെങ്കിൽ ശശി. വെള്ളം കായൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമുക്ക് കുടിക്കാം. ഹായ് ചേട്ടാ, എന്താ പേര്? ദേവദത്തൻ, അങ്ങനെ പേര്. നമ്മൾ ഉദ്ദേശിച്ച പേരല്ലേ. അപ്പോൾ ആർക്കും 1000 രൂപ ഇല്ല. ഇനി അങ്ങോട്ട് വണ്ടി പോകത്തില്ല, നമ്മൾ നടന്ന് പോണം ഈ വഴിയൊക്കെ. തെങ്ങിലൊക്കെ കായ് പോലും കുറവാ അച്ഛാ. ഏതൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെയാണ് പോകണം. വീട് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അച്ഛാ, കണിക്കൊന്ന വേണ്ടേ? അടിപൊളിയല്ലേ? അമ്മ ഒരു കണിക്കൊന്ന മേടിച്ച് നടമ്മാ ചെടി. ആവശ്യമില്ലാത്ത കാടെല്ലാം വീട്ടിൽ നട്ടു വെക്കും. ഒരു കണിക്കൊന്ന നട്ടൂടെ? കറക്റ്റ് നമ്മുടെ നെയ്യാറ്റിൻകര മൂത്തമ്മയുടെ വീട്ടിന്റെ ആ സ്ഥലത്തിന്റെ ഓർമ്മ വരുന്നതേ. വീടുകളും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. അവിടെ ഇതുപോലെ എല്ലായിടത്തും വണ്ടി അല്ലത്തില്ല, ഇതണക്ക് ബൈക്ക് അല്ലെങ്കിൽ സൈക്കിള്. ഇത് കിണറാ, ഇത്രയും വെള്ളം കയറി കിടക്കുന്നു. അവിടെ കായലല്ലേ? ഈ വെള്ളത്തിന്റെ ഊറ്റം കിട്ടും. വാട്ടർ സപ്ലൈയുടെ പൈപ്പുണ്ട്, മറ്റാവശ്യങ്ങൾക്കൊക്കെ എടുക്കും. ഇവിടെ എല്ലാവർക്കുമേ കണക്കത്തെ ലൈൻ പൈപ്പിലെ വെള്ളമാണെന്ന് തോന്നുന്നു കുടിക്കാൻ ഉപയോഗിക്കുന്ന. ഈ കായലിന്റെ സൈഡായോണ്ടേ നല്ല ശുദ്ധവെള്ളം കിട്ടത്തില്ല. അമ്മയ്ക്ക് എന്തിനാ നീന്താ അറിയാല്ലേ? ഇല്ലേ ചാ? അച്ഛനൊക്കെ ഇട്ട് റെഡിയായി. അച്ഛന് ഓൾറെഡി എയർ ബാഗ് ഉണ്ട്. അതെ, ഈ സൈസ് ഇത് പറ്റത്തില്ല, ഇത് XL ആണ് കറക്റ്റ്. വലുത് വേണം. അത് പിള്ളേരെ, അതെനിക്കിതാ കൊച്ചു പിള്ളേരെ സാധനം എടുത്തിട്ടുണ്ട് പിടിച്ചാൽ പറക്കും. എന്തോന്ന് കാണിക്കുന്ന ഇത്? ഇത് വലുതാണോ? തിരിഞ്ഞ റോഡും ജംഗ്ഷൻ തിരിഞ്ഞില്ലേ, അതാ സ്മാരകം. ഈ ഇതിലെ ഗൂഗിളിലടിച്ച് കായ്ക്കര ബീച്ചുണ്ട്.
ഓ ശരി, കുമാരനാശാന്റെ ജന്മസ്ഥലമാട്ടോ നമ്മളീ നിൽക്കുന്ന. ഇതല്ല, അപ്പുറത്തെ ആ ജംഗ്ഷൻ. ഒരു കവിത പറഞ്ഞാണ്. മഹാകാവി. ആ ഓക്കെ ഗൈസ്, നമുക്കിനി പോവാം. 3 പേർ കൂടെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാള് സിംഗിൾ ആവണം. ആരെങ്കിലും ഒരാൾ സിംഗിൾ ആവണം. ഇനി വെച്ചോ നിനക്ക്. ഇതാണ് കേട്ടോ നമ്മൾ കയാക്ക് ചെയ്യുന്ന സാധനം. സേഫ്റ്റിയാണ് ഇട്ടേക്കുന്നത്. നമ്മ വെള്ളത്തിൽ വീണ പൊങ്ങി പൊങ്ങിക്കിടക്കും. ഡോണ്ട് വറി അപ്പാ, വെള്ളത്തിൽ വീണാൽ നമ്മൾ പൊങ്ങിക്കിടക്കും. വേറൊന്നും വേണ്ട, വെള്ളം കുടിക്കാൻ വയ്യ. ഇതാണ് കേട്ടോ കായൽ. ഈ കായലിന്റെ പേരെന്തായിരുന്നു? ഇത് പാർവതി പുത്തനാറിന്റെ കൈവഴി. പാർവതി പുത്തനാറിന്റെ കൈവഴി. ഇത് അച്ഛനുള്ള കൊതുമ്പ്. കേറിക്കോ. ഇല്ല, ആദ്യമായിട്ടാ. എല്ലാവരും ആദ്യമായിട്ട്. നമ്മുടെ ഇങ്ങനെയാണ് കൈ പിടിക്കണ്ട. ഇങ്ങനെ കമത്തി ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചേട്ടൻ നമുക്ക് പഠിപ്പിച്ചു തരും കേട്ടോ. തന്നെ പിടിക്കണം. ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ചെയ്താൽ നേരെ പോകും. റൈറ്റ് ടേൺ ചെയ്യേണ്ടത് ഒള്ളി ലെഫ്റ്റ്, ലെഫ്റ്റ് ടേൺ ചെയ്യേണ്ടത് റൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ എവിടെയെങ്കിലും സ്റ്റക്ക് ആകുമ്പോൾ തിരിച്ച് ബാക്കിലോട്ട് വരണമല്ലേ, ഇത് തിരിച്ച് ഇങ്ങനെ. ഇങ്ങനെ ആയിക്കാതെ. ഇത് തന്നെയാണ് ഇതിന്റെ ബ്രേക്കും റിവേഴ്സിലും. എന്തേലും ആവുമെന്നെങ്കിൽ ഞാൻ കയറട്ടെ ഫസ്റ്റ്? അച്ഛന്ന് പിടിക്കൂ, ഞാൻ കയറട്ടെ. അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഈ ബാഗ് അച്ഛൻ്റെ കിട്ടോ. നിനക്ക് ബാഗ് ഇത് ബാഗ് വെക്കാനുള്ള സ്ഥലമുണ്ട് ഇതിനകത്ത്. അവിടെ ആ കുഴിയിൽ ഇങ്ങോട്ടാണ് ഇരിക്കുള്ളത്. അങ്ങോട്ട് നോക്കിയായിരിക്കേണ്ടത്. ഫ്രണ്ടിലോട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണോ? ഞാൻ ഇരിക്കണ അർത്ഥം തന്നെ. ഓക്കെ. അല്ല ഞാൻ പോണ. അല്ല അവരിവിടെ ഉണ്ട്. വണ്ടി അവിടെ കയറ്റി അവരുടെ ഉണ്ടത് വേറെ വെച്ച് തള്ളാൻ പറ്റത്തില്ല. ഇവിടെ ഇരുന്നു ഞാൻ പോണത്. ഞാൻ ഇവിടെ. ഓ അപ്പൊ ചേട്ടൻ ചേട്ടി ഫോൺ വേണ്ടേ? അവിടെ നിക്കണേ നിങ്ങള്. നിങ്ങള് രണ്ടുപേരും ബാലൻസ് ഇല്ലായിരുന്നാക്കൂല. ബാക്കിൽ ആണിരിക്കേണ്ടതാണ്. അവരെ ഫ്രണ്ട് എടുത്തിട്ട് ഇയാൾ ആ ഫോണെങ്കിൽ അവരെ കൊടുത്ത് അവൻ വീഡിയോ എടുത്തിട്ടായിരുന്നു. ആണല്ലേ, അതാ നല്ലതെന്ന് തോന്നുന്നല്ലേ. ബാലൻസ് കിട്ടാൻ അതേ മാർക്കുള്ളൂ. അവരെ കൊണ്ട് തൊഴാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഞങ്ങള് കായൽ ഇറങ്ങി കേട്ടോ. എന്റെ അമ്മയാണ് ബാക്കിൽ ഇരിക്കുന്ന എന്റെ കപ്പിത്താൻ. ഡ്രൈവർ ബാക്കിയിരിക്കുന്ന ആളാണ്. ഞാൻ എന്നത്തെ ഡ്രൈവർ. ലെഫ്റ്റ് സൈഡ് ആദ്യം അങ്ങനെ നമ്മൾ ഒരു ഉള്ളിലൊരു ഭയം നിൽക്കുന്നുണ്ടെങ്കിൽ ആണെന്നുമ്പോ ഇത് ആടുമ്പോ വീഴാൻ പോണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം ഒരു ഭയം ആണ്. കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ശരിയാവൂല്ലേ അമ്മ? അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് മാത്രം, ഇടത് സൈഡ് മാത്രം ചെയ്താൽ മതി. ഇടത് സൈഡ് മാത്രം ചെയ്താൽ അമ്മ ഇട സൈഡ് മാത്രം തൊഴാം. അപ്പൊ വലത്തോട്ട് പോകും. താഴ്ത്തി തൊഴാം. പോന്നു ഇപ്പൊ പോന്നു. ഇനി ലെഫ്റ്റിലൂടെ പിടിച്ചോ, ലെഫ്റ്റിലൂടെ പിടിച്ചോ, ലെഫ്റ്റിലൂടെ പിടിച്ചോ. രണ്ട് സൈഡ് അത്രേ ഉള്ളു, അത്രേ ഉള്ളു. എനിക്കാണ് ജോലി. അമ്മയ്ക്കാണ് കേട്ടോ ജോലി, എനിക്ക് ഇവിടെ ഇരുന്നാ മതി. ആ ചേട്ടൻ ഇടിക്കില്ല കേട്ടാ, പോട്ട്. പതുക്കെ 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 തുഴഞ്ഞാൽ മതി. ഭയങ്കര വലിയ കായലാണ് കേട്ടാ. അങ്ങോട്ടാണ് പോകുന്നെങ്കിൽ ഐലൻഡ് ഉണ്ട്. ഐലൻഡിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ വലിയ കായല്. അച്ഛൻ തോണ്ട പോടും. അമ്മ തുഴയാൻ പഠിക്കുവാണ്. എടാ ഇത് അച്ഛൻ തോ അങ്ങോട്ട് പോണ്, ഞാൻ നേരെ പോണ്. അമ്മ അച്ഛന്റെ സൈഡിലോട്ട് പോട്ടമ്മ. സായിപ്പ് വേണ്ടേ ഇവിടെ. നല്ല നല്ല രസം ഗൈസ്, അടിപൊളി കേട്ടോ. ഇപ്പൊ പോണ അടിപൊളി. അമ്മ പഠിച്ചു തുഴയായി. പഠിച്ചില്ലേ? അങ്ങോട്ട് പോണ്. അച്ഛൻ തുഴഞ്ഞ് പ്രോയായി കേട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളി. ബാക്കേ വാ. ഇപ്പൊ ഞങ്ങളെ ഇപ്പൊ കെട്ടി വലിച്ചോണ്ട് പോവാട്ടാ. അമ്മ തുഴഞ്ഞ വേറെ എവിടെയെങ്കിലൊക്കെ പോകുന്നു.
ലോറിയുടെ മണ്ടേ കാറെടുത്ത് വെച്ചിട്ട് പോണക്ക്. അയ്യോ അയ്യോ, കയാക്കിങ് ഇപ്പൊ ബോട്ടിങ് ആയി. സൂപ്പർ ഫാസ്റ്റ് വരുന്നത് KSRTC. അച്ഛൻ ഫുള്ള് പറന്ന് പോവുകയാണ് കേട്ടാ. അച്ഛൻ പഠിച്ചല്ലേ അടിപൊളിയായിട്ട്. എനിക്കെന്ത് ഈ ഒറ്റയ്ക്കുള്ള തുഴയെ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നത് അല്ലേ? ഒരു വശമുണ്ട്. ഇടക്കിടക്ക് മീൻ ചാടുന്നു കേട്ടോ അച്ഛാ. മീനുണ്ട്. അവിടെയൊക്കെ ഈ മീൻ വളർത്തുന്നല്ലേ എവിടെയൊക്കെ? ആ, അതൊക്കെ മീൻ വളർത്താൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തിട്ടേക്കോ. വളഞ്ഞോണ് വളഞ്ഞോണ്. ആ അങ്ങനെ ആ സ്പീഡ് പോയാ പോട്ട് 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 സ്പീഡ് സ്പീഡ്. അതിന്റെ ബാക്കിൽ വണ്ടിയുടെ താക്കോലിരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളടേ. ഇത് മീനാണോ? മീൻ കൊണ്ടുപോകണോ? ക്രിക്കറ്റ് കളിക്കാ. ഓ അതിന്റെ മീനാ. ഓ അവിടെ തിരിച്ചെന്തോ മേടിക്കാം. ഇവിടെയാണോ? എന്തോ മീനാ? തിരിച്ചു വരുമ്പോ മേടിക്കാം. കൊള്ളൂലേ? അവര് വിറ്റിട്ട് കൊണ്ടുവന്നാണോ? ഞാൻ വിചാരിച്ച് പിടിച്ചോണ്ട് വന്നേന്ന്. ഇപ്പൊ അമ്മ കണ്ടറും മുണ്ടറും ഇട്ട് തുഴയുക. വണ്ടി എങ്ങോട്ടൊക്കെ പോവാ. ചേട്ടനാണ് കൺട്രോൾ ചെയ്ത്. പക്ഷെ സ്പീഡുണ്ട് കേട്ടാ. നമുക്ക് വലിയ ഉദ്ദേശമൊന്നുമില്ല. പോടാ. ഈ അമ്മ തുഴയുമ്പോഴാണ് ഈ കാട്ടിന്റെ ഇടയിലോട്ട് കയറി പോടാ. അങ്ങോട്ട് വഴി. ആ ചേട്ടൻ മടുത്ത് കുറച്ച് നേരത്തേക്കൊന്ന് നിർത്തണ്ട്. ആ ഇനി അങ്ങോട്ട് നമ്മള് വേറെ റൂട്ട് കയറി കേട്ടാ. ഇനി നമ്മള് കാട്ടിന്റെ ഒക്കെ കീഴിൽ കൂടെ നൈസായിട്ട് പോകും. അണ്ണാ ഞാൻ ഇച്ചി ബാക്കിൽ കയറാൻ വല്ല വഴിയുണ്ടോ? ഇറങ്ങണോ അല്ലേ? ഒന്ന് സ്വിച്ച് ചെയ്യണം കേട്ടോ. അമ്മ ഫ്രണ്ടിൽ ഇരിക്കും, ഞാൻ ബാക്കിൽ ഇരിക്കും. അപ്പം തുഴയാൻ കുറച്ചുകൂടെ ബാലൻസ് കിട്ടും. ആ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കയറാം. ഇവിടെ കുഴിയുണ്ട്? കുഴിയില്ലല്ലേ? കുഴിയില്ല. ഇല്ല ഇല്ല ഇല്ല. ഇനിയിപ്പോ കുഴപ്പമില്ല. നനേ ഓ ഓക്കെ. ഇവിടെ കക്ക കിടപ്പുണ്ട് കേട്ടോ. അണ്ണാ ഇത് കക്കയല്ലേ? ഇത് കഴിക്കണേണ അന്നല്ലേ? കക്ക കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കക്ക ഉണ്ട്. ചേണ്ട കക്ക. ആ അമ്മ ഫ്രണ്ട് ഇരുന്നല്ലേ? അമ്മ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറിക്കോ. ആ ഓക്കെ. ഇപ്പൊ സെറ്റ് ആയില്ലേ? അമ്മ ഓക്കെ അല്ലേ? അമ്മക്ക് ഉപയോഗമില്ലല്ലോ. എടേ അച്ഛനാടെ എൻജോയ് ചെയ്യുന്നത് ഒറ്റയ്ക്ക്. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ കടലിൽ പോയാലാ. ഓ അടിപൊളി ചേട്ടാ. വേണ്ടേ ഫുള്ള് കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകട്ടെ നമ്മള്. എനിക്ക് അച്ഛനെ കണ്ടിട്ട് കൊതിയാവുന്നു.
ഓ അച്ഛാ സൂക്ഷിച്ചു കേട്ടോ, കമ്പിന്റെ ഇടയിൽ കുരുത്തിരിക്കല്ലേ. പണിയൊക്കെ മനസ്സിലായി. ഇവിടൊക്കെ ഇവിടെ ആഴമില്ല കേട്ടോ, അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കണ്ട ഓച്ചയാണ്. ആ ഞാൻ വിചാരിച്ചു ഇവിടെ ഭയങ്കര കുഴിയായിരിക്കും വെച്ചാ. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സമാധാനം. ഇതെന്തൊരു പക്ഷേ അത്? ആ നീർക്കാക്ക കയറിയിരിക്കുന്നു. ഓ ഒരു മുതുക്ക് കൊക്ക് തോണ്ടേ. എന്റെ സൗണ്ട് എനിക്കറിയത്തില്ല. അമ്മ താറാവ് ഉണ്ടമ്മ അതുകൊണ്ടേ. ആ ഇത് വീട്ടുകാരെ കഴിച്ചു വിട്ടേക്ക് തോന്നുന്നു. ഇങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ കയറി പോകും. ആപ്പിയെ കൊണ്ടിടായിരുന്നില്ലേ അമ്മ? ആ അവൻ വന്ന് വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് മരിച്ചിട്ടൊക്കെ കയറി വരും. നമ്മള് കണ്ടൽക്കാടിന്റെ ഒക്കെ ഇടയിൽ കൂടെ പോവാ. ഇത് ഈ സൈഡ് ഫുള്ള് കാട. കുത്തുന്ന അതിനകത്ത്. അച്ഛന്റെ വള്ളി പിടിച്ച് ഇനി അച്ഛൻ എങ്ങോട്ട് പോകൂല. അങ്ങോട്ട് പോണ്, അങ്ങോട്ട് പോട്ട്, ഇങ്ങോട്ട് ഇങ്ങോട്ട്. നല്ല രസമുണ്ടാ. നല്ല രസം കേട്ടോ, അടിപൊളി അടിപൊളി. കാട്ടിനടങ്ങ് എന്തൊക്കെ പറഞ്ഞാ പോണ്. തൊഴങ്ങോട്ട് ചായ ആണോ? ചായ ചായക്കട ഇറത്ത്. ഇവിടെ ചായക്കട ഉണ്ടാ ഇടയ്ക്ക്? ഇല്ല. ഇഷ്ടപ്പെട്ടാ? അടിപൊളി. തീട്ട പത 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി 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 ടിങ് 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 ടിങ്. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. എനിക്ക് പറയാനേ അറിയാവൂ, എനിക്ക് തൊഴേ അറിയത്തില്ല. അയ്യോ പോയി കുത്തി കുത്തി കുത്തി. നമ്മള് കാട്ടിനിടയിൽ കയറിടെ റിവേഴ്സ് എടുക്കട്ടെ. അയ്യോ അയ്യോ കമ്പുണ്ട് കമ്പ്. അടുത്ത ഞാൻ സിംഗിൾ ആയിട്ട് പോവേ അങ്ങോട്ട് പോകുമ്പോ. ഞാൻ ഇത് അപ്പി പെട്ടർ ചെയ്ത് ഞാൻ ഇവിടെ കിടക്കാം. അമ്മ തൊഴയെ എടുക്കുക എന്തെങ്കിലും ചെയ്യും, ഞാൻ ഇവിടെ കിടന്നോളാം. അയ്യോ പോട്ടെ പോട്ടെ പോട്ടെ. കാട്ടിൻ്റെ കീഴിൽ പോകുമ്പോഴത്തേന് അണ്ണൻ വണ്ടിയുടെ കയറൊക്കെ മേടിക്കും. പിന്നെ നമ്മളിവിടെ ചുമ്മാ ഇരുന്നാൽ മതി. ആര് ആണ് നമ്മൾ മനസ്സുകൊണ്ടങ്ങ് തുഴയോ അറിഞ്ഞ്. ഇനി അച്ഛനും അമ്മയും കൂടെ കപ്പിളായിട്ട് തുഴയും കേട്ടാ. ഞാൻ സിംഗിളായിട്ട്, എനിക്ക് ഒറ്റയ്ക്ക് പോണം. ഇനി അച്ഛൻ അനുഭവിക്ക്. അമ്മ ബാക്കി ഇരിക്കും വെച്ചാ, അച്ഛൻ വെറുതെ ഇരുന്നാ മതി. ഇല്ല അമ്മ ബാക്കി ഇരിക്കണം. അത് കുഴപ്പമില്ല, ഞാൻ ഇരുന്നോളാം. വെള്ളം മുങ്ങിയടേ, വെള്ളം കയറിയതിനകത്ത്. ഇവർ രണ്ടുപേരും നല്ല വെയിറ്റ് ഉള്ള ആൾക്കാരാണ്. അച്ഛാ ഓക്കെ ഹാപ്പി ജേണി. നേരെ ചടങ്ങലം വിട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ. പാട്ട് മത്സരത്തിനാണ്. ഒറ്റയ്ക്ക് പോണേട്ടോ സുഖം. എനിക്ക് ഇവരെ കൂടെ ഇരുന്നപ്പോഴാണ് പറ്റാതെ. ഇപ്പൊ ഞാൻ പോണ പോക്കണ്ട, ഞങ്ങള് പോണ പോക്കണ്ട, ഞാൻ പോണ പോക്ക്. നീ പോകടാ നോക്കടാ പോടാ. പങ്കായത്തിന് തലം കടിക്കില്ലേ? ഫോൺ തട്ടിയിടരുത്. ഞാൻ മൊത്തം നനഞ്ഞ്. നിന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലെന്നും പൂക്കാലം. കൊച്ചൊരു ഇവിടെ വെച്ച് പാടാൻ പറ്റുന്നൊരു പാട്ട് ഓടി. കായലരികത്ത് വളയെറിഞ്ഞ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ അത്ര അറിയാവൂ. സത്യത്തിലേ
ഞാൻ ഇപ്പോഴാണ് എൻജോയ് ചെയ്യുന്നത്. അവൻ എന്നെ കളഞ്ഞപ്പോഴാ എൻജോയ് ചെയ്യുന്നത്. നല്ല രസമല്ലേ ഒറ്റയ്ക്ക്? പക്ഷെ ഇതിനകത്ത് കേട്ടോ കറക്റ്റ് നല്ലോണമൊക്കെ പോകാൻ പറ്റും. നിങ്ങൾ തന്നെ നിങ്ങൾ അടുത്തോട്ട് വരാം. നീ അടുത്തൊന്നും വരണം, നീ ഇനി വന്നാ മതി. ഞാൻ പഠിച്ചു ഇറങ്ങി നടന്നു പോരെ. പിന്നെ എന്തുകൊണ്ടേ ഇവിടെ മാറ്റിയാ ചടയം തൊള്ളയല്ലേ എല്ലാരും കുടുംബമായിട്ട് ഇനി ഇറങ്ങിയല്ലേ മീനൊക്കെ കിട്ടിയാടേ? മീൻ കിട്ടി. ചാള ചാളെ നിക്കറിനകത്തിട്ട് പെടകിട്ട് പെടക്കിട ചാള പെടകിട്ട ചാള. പക്ഷെ കൊള്ളാൻ കേട്ടോ, നല്ല രസമുണ്ട് ഇല്ലേ? വെരി ബ്യൂട്ടിഫുൾ ഈവനിങ്. ഫാമിലി ഒക്കെ വന്നാൽ അടിപൊളി സെറ്റ്. വൈകുന്നേരത്ത് താഴെ നമുക്ക് പാടാം. ഇതെന്തരടേ ഇത്? നമുക്ക് ഒരുമിച്ച് തുഴയാം. ഇനി ഞാൻ കുറച്ചായിട്ട് നിങ്ങളെ പിടിക്കാം. ദൂരെ ദൂരെ ഇന്ന് പോവേ. കടലിനക്കരപ്പോടോടെ കാണാപ്പൊന്നിന് പോരോടെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും 14 രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ പിന്നെന്തിനാ പക്ഷെ ഇവിടെ മീനുണ്ട് കേട്ടോ അച്ഛാ. പക്ഷെ നമ്മുടെ ചൂണ്ടയും കൂടെ എടുത്തോണ്ട് വന്നിരുന്നില്ലേ മീൻ കിട്ടിയാലേ നല്ല മീനുണ്ട്. പക്ഷെ ഇത് നേരെ പോയ വർക്കല ബീച്ചിൽ പോകുന്നു അല്ലേ? ഇത് ചോദിച്ചാണ് ബീച്ചിൽ ചെന്നിറങ്ങാൻ പോകും. ഇത് നേരെ കടലിൽ ചെല്ലുവോ? താഴോട്ടാ ആ പോയിട്ട് വരായിരുന്നല്ലേ? പിന്നെ വരണ്ട, പിന്നെ എല്ലാരും വന്ന് എടുത്തോളും. ഇത് കടലിൽ കൊണ്ടുപോകാൻ പോകുന്നത് പറ്റൂല. ശാന്തമായ കടലിൽ പറ്റും. ശാന്തമായ കടലുണ്ടോ? ആ തെരയില്ലാത്ത കടൽ. ആ അതാണ് കായല്. അല്ലെന്ന് നീ പിന്നെ 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 ഇവിടെ കൊണ്ടല്ലേ രാമേശ്വരമൊക്കെ അവിടുത്തെ കടലിൽ തിരയൊന്നുമില്ല. പറഞ്ഞോ ഓ ലാൻഡ് ചെയ്ത് എന്റെ ഭാഗ്യം കൊണ്ട് തുഴഞ്ഞോണ്ട് ഇവിടം വരെ എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു. ആരാ തുഴഞ്ഞ കൂടുതല്? ഞാൻ അച്ഛനാ? ഇത് എങ്ങോട്ടെങ്കിലോ പോന്നെ. ഞാൻ ഇത് തോളി വെച്ച് നനയ്ക്കാതെ സേഫ് ആയിട്ട് കൊടുത്തത്. പിടി പിടി ഇറങ്ങ്. ഞാനതല്ല മൊത്തം നനഞ്ഞേ. ഞാനും നനഞ്ഞ മൊത്തം. ബാക്കി ഇരിക്കുന്നവര് കൂടുതൽ നനയുന്ന കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നല്ലേ അച്ഛൻ? അടിപൊളി സൂപ്പർ. അടിപൊളിയായിരുന്നു. ഇതെന്തിനാണിത്? ഒതളങ്ങ അല്ലേ? ആ ഇതാണ് ഒതളങ്ങ അല്ലേ? നമ്മളൊക്കെ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഒതളങ്ങ ഒതളങ്ങ. ഇത് എന്ത് കഴിക്കോ ഇത്? ആണാ ചത്തു? ഇതൊന്നും വീട്ടിന്റെ അവിടെ നിന്ന് നടല്ല കേട്ടോ. പിള്ളേരെ കണ്ടെടുത്ത് തിന്നാ പണിയാവും. അത് കാണാൻ നല്ല രസമുണ്ട് അച്ഛാ. അച്ഛാ ഞാൻ ഉപ്പും മുളകോടി ഇട്ട് മറ്റേ ഇൻസ്റ്റേറ്റ് വയറ് വിശക്കുന്ന അവിടെ നോമ്പ് ഉറങ്ങുന്നു. ബിരിയാണി ഇട്ടിരുന്നെ കൊള്ളാം. നമ്മൾ ബീച്ചിന്റെ സൈഡിലോട്ട് വന്നേ. രണ്ട് ഈ ഒരു പാലം കയറിയിട്ട് അപ്പുറത്ത് പോകുമ്പോ ബീച്ച്. ഇത് ഇരുമ്പ് പാലോ? അനങ്ങുന്നു. അച്ഛ ഇവിടുന്ന് കറങ്ങിയടി താഴെ. ഞാൻ ചുമ്മാ അച്ഛന് ബൈക്ക് കൊടുത്തല്ലേ ചാടും, അല്ലാതെ അച്ഛൻ ചാടത്തില്ല കേട്ടോ. ബൈക്ക് കൊടുത്ത അച്ഛൻ ചെമ്പും. ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഒരു 60 ഡിഗ്രി ചാടി അപ്പുറത്തെ കടലിൽ കിടക്കണം. പറ്റൂ? അതൊന്നും വലിയ നിസ്സാരം. അതൊക്കെ നമുക്ക് നിസ്സാരമാണ്.
ഇവിടെ അങ്ങനെ അധികം അവിടെ ആരും ഇല്ലല്ലേ? ഇവിടെ നേരത്തെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു തോന്നുന്നു. ഇപ്പൊ ആരുമില്ല. ഇല്ല, ആള് നനക്കൊന്നും ഇല്ലാത്ത കിടക്കും. വണ്ടി ഇവിടെ വരത്തില്ല കേട്ടോ. വണ്ടി അച്ഛൻ ശ്രമിച്ചാ വരും വെച്ചാ വണ്ടി തോടങ്ങുന്ന അടിപൊളി മീനൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഒരു ദിവസം ഈ സമയത്ത് വരണം. രാത്രി ഒരു 4 മണിയൊക്കെ ആകുമ്പോ നമുക്ക് ഇവിടെ വരണം. എന്നിട്ട് രാത്രി ഇവിടെ നമ്മള് ബീച്ചിൽ നമ്മൾ സർവൈവ് ചെയ്യും 24 മണിക്കൂർ ഇരിക്കും. ക്യാമ്പിങ്, ബീച്ച് ക്യാമ്പിങ്. നല്ല തിരയുള്ള ബീച്ച് അല്ലേ ചാ? ഇവിടെ ഞണ്ടച്ചാ, ഞണ്ടച്ചാ, ഞണ്ട് 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 തോണ്ടേ മുതുക്ക് ഞണ്ടേ. അച്ഛൻ പിടിക്കാ, എങ്ങനെയായിരുന്നു പിടിക്കാവോ? അമ്മ പിടിയമ്മ, ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കും. ഇതെല്ലാം സൂക്ഷിച്ചോ, ക്യാപ്പ് കണ്ണാടി വെച്ചോ. ഓക്കെ, ഞാൻ പോയി ഞണ്ടിനെ പിടിച്ചോണ്ട്. ഇനി ഞണ്ട് കയറി പിടിക്കും. അടിപൊളിയല്ലേ? എനിക്ക് കുളിച്ചാലോ എന്നൊരു മൈൻഡ്. അത്രയുള്ള എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ കാണുന്നവരെ ഇവിടെ വെച്ച് കുറെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പേര് പറ. ഹംദാൻ, എല്ലാരും ഹായ് പറ. പോട്ടെ.